അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ കുറച്ച് കമൻസിൻ്റെ റിപ്ലൈയും കൂടി ഈ വീഡിയോയിൽ കൂടി പറയുന്നുണ്ട്. അതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ഇസ്ലാമിക് ക്വിസിൻ്റെ ആൻസർ പറയാം. കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ, ജിബ്രീൽ അലൈഹിസ്സലാം വഴി അള്ളാഹുവിൻ്റെ സലാം നേരിട്ട് കിട്ടിയ സ്വഹാബിയത്ത് ആരാണെന്നായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചത്. ആൻസർ ഖദീജ ബിന്ത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹയാണ്. കമൻറ്റിൽ ആൻസർ കുറച്ച് പേരൊക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇന്നത്തെ ഇസ്ലാമിക് ക്വിസ് ചോദിക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ, ഇസ്ലാമിൽ ആദ്യമായിട്ട് ഷഹീദായ സ്വഹാബിയത്തിൻ്റെ പേര് എന്താണ്? ആൻസർ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ആൻസർ അറിയത്തില്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ഇനി ഓരോ കമൻറ്റുകളുടെയും ആൻസർ പറയാം. ഫസ്റ്റ് ഈ കമൻറ്റിൻ്റെ റിപ്ലൈ പറയാം. ഓരോ അറബിക് മന്തിൻ്റെയും പ്രത്യേകതയും സുന്നത്തും നോമ്പുകളും ഒക്കെ പറയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിലെ പോലെ തന്നെ അറബിയിലും 12 മാസങ്ങളാണ് ഉള്ളത്. ഓരോ മാസങ്ങളിലും 29 അല്ലെങ്കിൽ 30 ദിവസങ്ങളാണ് വരുന്നത്. ചന്ദ്രനെ കാണുന്നത് അനുസരിച്ചിട്ടാണ് ഓരോ മാസത്തിലെയും ദിവസങ്ങൾ വരുന്നത്. ഫസ്റ്റ് എല്ലാ മാസങ്ങളും ഓർഡറായിട്ട് പറയാം. മുഹറം, സഫർ, റബീഉൽ അവൽ, റബീഉൽ ആഖിർ, ജുമാദുൽ ഊല, ജുമാദുൽ ആഖിർ, റജബ്, ശഅബാൻ, റമദാൻ, ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹിജ്ജ. ഇങ്ങനെയാണ് അറബിയിലെ 12 മാസങ്ങളുടെ ഓർഡർ. ഫസ്റ്റ് നമുക്ക് മുഹറം മാസത്തിലെ പ്രത്യേകത നോക്കാം. മുഹറമാണ് അറബിയിലെ ഏറ്റവും ഫസ്റ്റത്തെ മാസം. ഇസ്ലാമിലെ 4 പരിശുദ്ധ മാസങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് മുഹറം. മുഹറം 10 ആശൂറ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസത്തിൽ നോമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ദിവസത്തിന് 2 പ്രത്യേകതയാണ് ഉള്ളത്. ഒന്നാമത് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനങ്ങളും ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതായത് ഈ ദിവസമാണ് അള്ളാഹു ചെങ്കടൽ പിളർത്തിയതും അതിലൂടെ മൂസാ നബിയും ജനങ്ങളും രക്ഷപ്പെട്ടതും ഫിർഔൻ മരണപ്പെട്ടതും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുമകനായ ഇമാം ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു കർബല യുദ്ധത്തിൽ മരണപ്പെട്ടത്. സ്വഹീഹ് മുസ്ലിമിലെ 1162 ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ ദിവസത്തിൽ നമ്മൾ നോമ്പ് പിടിച്ചാൽ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തു പോയ എല്ലാ പാപങ്ങളും പുറത്തു തരുമെന്ന്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് 1134 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാൻ അടുത്ത വർഷവും ജീവിച്ചിരിക്കുന്നെങ്കിൽ മുഹറം 9 നോമ്പും കൂടി പിടിക്കുമെന്ന്. അപ്പോൾ മുഹറം മാസത്തിലെ 9ഉം 10ഉം ദിവസങ്ങളിലെ നോമ്പ് പിടിക്കുന്നത് സുന്നത്താണ്. രണ്ടാമത്തെ മാസം സഫറാണ്. സഫറിൽ അങ്ങനെ പ്രത്യേകിച്ച് നോമ്പുകളോ ഒന്നുമില്ല. മൂന്നാമത്തെ മാസം റബീഉൽ അവ്വലാണ്. റബീഉൽ അവ്വൽ 12-ാം തീയതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതും ജനിച്ചതുമായ ദിവസം. ഹദീസിൽ ഈ മാസത്തിൽ പ്രത്യേകമായിട്ട് നോമ്പോ സെലിബ്രേഷനോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ മാസങ്ങളിലെയും എല്ലാ ആഴ്ചകളിലെയും തിങ്കളാഴ്ചകളിൽ നോമ്പ് പിടിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമായതുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായിട്ട് അള്ളാഹുവിൻ്റെ സന്ദേശം ലഭിച്ച ദിവസമായതുകൊണ്ടും. നാലാമത്തെ മാസം റബീഉൽ ആഖിറാണ്. ഈ മാസത്തിലും പ്രത്യേകമായിട്ട് നോമ്പ് അനുഷ്ഠിക്കുന്നതായിട്ടോ ഒന്നുമില്ല. പിന്നെ 5-ാമത്തെ മാസം ജുമാദുൽ ഊലയാണ്. ഈ മാസത്തിൽ യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എന്നാലും ഈ മാസത്തിൽ പ്രത്യേകമായിട്ട് നോമ്പ് പിടിക്കുന്നതായിട്ടോ ഒന്നുമില്ല. പിന്നെ 6-ാമത്തെ മാസം ജുമാദുൽ ആഖിറയാണ്. ഈ മാസത്തിലും പ്രത്യേകമായിട്ട് നോമ്പനുഷ്ഠാനമോ ഒന്നുമില്ല. മാസങ്ങളിൽ പ്രത്യേകമായിട്ട് നോമ്പനുഷ്ഠാനം ഇല്ലെങ്കിലും എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും എല്ലാ മാസത്തിലെയും എല്ലാ ആഴ്ചകളിലെയും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മൾ നോമ്പ് പിടിക്കുന്നത് സുന്നത്താണ്. കാരണം ജാമിയ തിർമിദിയിലെ ഹദീസ് 747 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എല്ലാ മനുഷ്യരുടെയും എല്ലാ പ്രവൃത്തികളും അള്ളാഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന ദിവസമാണ് തിങ്കളാഴ്ച.
തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. അപ്പോൾ തൻ്റെ പ്രവൃത്തികൾ നോമ്പുകാരനായിട്ട് അള്ളാഹുവിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നതാണ് ഇഷ്ടം എന്ന് ഈ ഹദീസിൽ പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് പിടിക്കുമായിരുന്നു. നമ്മളും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് പിടിക്കുന്നത് സുന്നത്താണ്. 7ാമത്തെ മാസമാണ് റജബ്. ഇസ്ലാമിലെ 4 പരിശുദ്ധ മാസങ്ങളിൽ ഒന്നാണ് റജബ്. ഈ മാസത്തിൽ പ്രത്യേകമായിട്ട് നോമ്പുള്ളതായിട്ടൊന്നും ഒതൻറ്റിക് ആയിട്ടുള്ള ഹദീസുകളിൽ ഇല്ല. എന്നാൽ ഇസ്ലാമിലെ 4 പരിശുദ്ധ മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ ലഭിക്കുകയും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് തിന്മകൾക്ക് ഒരുപാട് ശിക്ഷകൾ ലഭിക്കുകയും ചെയ്യും. പണ്ഡിതന്മാർ പറഞ്ഞതാണ് ഇങ്ങനെ. ഇനി ഇസ്രാ മിഅ്റാജ് റജബ് 27-ാം തീയതി തന്നെയാണോ എന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. ഇതും പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. ഇതിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. 8ാമത്തെ മാസം ഷാബാനാണ്. ഷാബാൻ 15-ന് ലൈലത്തുൽ അതായത് ബറാഅത്ത് രാവായിട്ട് ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്നാൽ ഇതിനെപ്പറ്റി ഒതൻറ്റിക് ആയിട്ടുള്ള ഹദീസിലോ ഖുർആനിലോ ഒന്നും പറയുന്നില്ല. സ്വഹീഹ് അൽ ബുഖാരിയിലെ 1969-ാമത്തെ ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ മാസം കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ച മാസം ഷഅബാൻ ആണെന്ന്. 9ാമത്തെ മാസം റമദാനാണ്. റമദാൻ മാസത്തെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. റമദാൻ മാസത്തിൽ പറ്റി പറയുന്ന എല്ലാ ഹദീസുകളെ കുറിച്ചിട്ടും ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. 10ാമത്തെ മാസം ഷവ്വാലാണ്. ഷവ്വാൽ 1-നാണ് ഈദുൽ ഫിത്തർ. സഹീഹ് മുസ്ലിമിലെ ഹദീസ് 1164 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾ റമളാൻ മാസത്തിലെ മുഴുവൻ നോമ്പും അനുഷ്ഠിച്ചിട്ട് ഷവ്വാലിലെ 6 നോമ്പും കൂടി പിടിച്ചാൽ അവന് ആ വർഷം മുഴുവൻ നോമ്പ് പിടിച്ച പ്രതിഫലം കിട്ടുമെന്ന്. 11ാമത്തെ മാസം ദുൽഖഅദ ആണ്. ഇതും പരിശുദ്ധ മാസങ്ങളിൽ ഒന്നാണ്. പ്രത്യേകിച്ച് നോമ്പുള്ളതായിട്ടൊന്നും ഹദീസുകളിൽ ഇല്ല. 12ാമത്തെ മാസം ദുൽഹിജ്ജയാണ്. ദുൽഹിജ്ജ 9-ാം തീയതിയാണ് അറഫ ദിവസം. ദുൽഹിജ്ജ 10 ഈദുൽ അദ. ഈ മാസവും 4 പരിശുദ്ധ മാസങ്ങളിൽ ഒന്നാണ്. അറഫ ദിവസത്തിൽ നോമ്പ് പിടിക്കുന്നത് കഴിഞ്ഞുപോയ വർഷത്തിലെ തെറ്റുകളും വരാനിരിക്കുന്ന വർഷത്തിലെ തെറ്റുകളും പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസത്തിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഒരുപാട് പ്രതിഫലം കിട്ടും. പിന്നെ എല്ലാ മാസങ്ങളിലെയും 3 ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുന്നത്, അതായത് 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുന്നത് സുന്നത്താണ്. അയ്യാമുൽ ബീദ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അടുത്ത കമൻറ്റ് എന്ന് പറയുന്നത്, ഖുർആൻ ഓതും നിസ്കരിക്കും പക്ഷേ സുബഹി മാത്രം ഖളാ ആവും, പിന്നെ ഫോൺ അഡിക്ഷൻ കൂടുതലാണ്. ഇതൊക്കെ റെഡിയാവാൻ വേണ്ടി എന്തെങ്കിലും വഴി പറഞ്ഞു കൊടുക്കുമോ എന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് നമുക്ക് ഫോൺ അഡിക്ഷനും സ്ക്രീൻ ടൈമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഫോണിൽ ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് ഫോണിനെ ഓർഗനൈസ് ചെയ്ത് വെക്കണം. പിന്നെ 2ാമത്തെ കാര്യം, നമ്മൾ മാസത്തിൽ കുറച്ച് ദിവസം സോഷ്യൽ മീഡിയാസിൽ നിന്നും ബ്രേക്ക് എടുക്കണം. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അതുപോലെയുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ട്സൊക്കെ നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്ത് വെക്കണം കുറച്ച് ദിവസത്തേക്ക് എല്ലാ മാസവും. പിന്നെ നമ്മൾ സ്ക്രീൻ ടൈം കൂടുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഷോർട്സ് കാണുന്നതുകൊണ്ടാണ്. നമ്മൾ ഷോർട്സ് കാണുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ളത് കാണണം. ഹറാമായിട്ടുള്ള കണ്ടൻസൊക്കെ നമ്മൾ ഒഴിവാക്കണം. പെട്ടെന്ന് നമ്മൾ ഫീഡ്സിന് നേരെയാക്കാമെന്ന് വെച്ചാൽ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കണ്ടൻസൊക്കെ വരുമ്പോൾ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുക്കണം. പിന്നെ നമുക്ക് അതുപോലുള്ള കണ്ടൻസ് ഒന്നും വരത്തില്ല. പിന്നെ എന്നും നമ്മൾ ഡെയിലി ലിമിറ്റ് വെക്കണം, എത്ര നമ്മൾ ഫോൺ യൂസ് ചെയ്യുമെന്നൊക്കെ. എന്തിനൊക്കെ യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കണം. ഒരു ദിവസം തന്നെ നമ്മൾ കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. കുറച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ലത് വരുത്തുന്ന എന്തിനെങ്കിലും വേണ്ടി യൂസ് ചെയ്യണം. ഇങ്ങനെയൊക്കെ തീരുമാനിച്ച് നമ്മൾ ഫോൺ യൂസ് ചെയ്യണം. പിന്നെ എന്നും രാത്രി 10 മണിക്ക് മുമ്പോ ഫോൺ യൂസ് ചെയ്യുന്നത് നിർത്തണം. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യരുത്. ഫോൺ യൂസ് ചെയ്താൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് സമയം പോകുന്നത് അറിയത്തില്ല. അങ്ങനെ നമ്മൾ രാവിലെ എണീക്കാനും താമസിക്കും, സുബഹിയും കളാവും. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ ഉറങ്ങാൻ ശ്രമിക്കണം. ഫോൺ ആ സമയത്ത് യൂസും ചെയ്യരുത്. നമുക്ക് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഫോൺ മാത്രം യൂസ് ചെയ്യരുത്. നമുക്ക് ഇഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലും കൂടി നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് സ്ക്രീൻ ടൈം കുറയ്ക്കാൻ പറ്റും. ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും ഇഷ്ടം. ചിലർക്ക് ക്രാഫ്റ്റ്, ജേണൽ അതൊക്കെ ആയിരിക്കും. ചിലർക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും. ഇതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി ചെയ്യണം.
നമ്മൾ സുബഹിക്ക് നേരത്തെ എണീക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 10 മണിക്ക് ഉറങ്ങാൻ തീരുമാനിക്കണം. അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന സമയം നമ്മളെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുന്ന സമയം എത്ര നേരത്തെ പറ്റുമോ അത്രയും നേരത്തെ നമ്മൾ ഉറങ്ങണം. ഉറങ്ങുമ്പോൾ നമ്മൾ ഫോൺ അടുത്ത് വെക്കാനേ പാടില്ല. നമുക്ക് ദൂരെയുള്ള സ്ഥലത്ത് നമ്മൾ ബെഡിൽ നിന്ന് എണീറ്റ് പോയി ഫോൺ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഫോൺ മാറ്റി വെക്കണം. എന്നിട്ട് സുബഹിക്ക് എണീക്കാൻ വേണ്ടിയിട്ടുള്ള അലാറം വെച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങണം. ചിലപ്പോൾ ഉറക്കം കാരണം അലാറം കേൾക്കാനും പറ്റത്തില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം അള്ളാഹുവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണം. അള്ളാഹുവിൻ്റെ അടുത്ത് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, അള്ളാഹുവേ രാവിലെ എനിക്ക് സുബഹി എണീറ്റ് നിസ്കരിക്കാൻ പറ്റണേ, നേരത്തെ എണീക്കാൻ പറ്റണേ എന്നൊക്കെ പ്രാർത്ഥിക്കണം എല്ലാ നിസ്കാരത്തിലും. രാത്രി കിടക്കുന്നതിന് മുമ്പും അള്ളാഹുവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് കിടക്കണം. നമുക്ക് ഒട്ടും എണീക്കാൻ പറ്റുന്നില്ല, അലാറം കേൾക്കുന്നില്ല എന്നൊക്കെ അവസ്ഥയാണെങ്കിൽ നമ്മൾ ഉറങ്ങി എണീറ്റുമ്പോൾ തന്നെ സുബഹി നിസ്കരിക്കണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണം, ഇനിയുള്ള അടുത്ത ദിവസങ്ങളിൽ അള്ളാഹുവേ എനിക്ക് നേരത്തെ എണീറ്റ് ഖളാ ആവാതെ സുബഹി നിസ്കരിക്കാൻ പറ്റണേ എന്ന്. നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് എന്ത് ദുആ ചെയ്താലും അള്ളാഹു അത് നടത്തി തരും. ഇനിയുമുണ്ട് കുറച്ചുകൂടി കമൻസിന് റിപ്ലൈ പറയാൻ വേണ്ടിയിട്ട്. ഇനിയും ആ കമൻസിന് റിപ്ലൈ പറഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോവും. അപ്പോൾ ഇനിയുള്ള വീഡിയോകളിൽ ഞാൻ ഓരോ കമൻസിൻ്റെയും ആൻസർ പറയാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.